ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ സാറ്റർഡേയിലെ വീഡിയോ കണ്ടോ? മായ പറയുക, ചേച്ചിക്കൊന്നും ഫ്രീസറിൽ വെക്കാൻ മീൻ കിട്ടിയല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇനി മീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മീനിൻ്റെ വിലയായിരുന്നു ഞാൻ അറിഞ്ഞു. പിന്നെന്താ, ഒരു കോൾഡ്. അവിടെ കൊച്ചനിരുന്നു മാത്സാണ് നാളെ പപ്പ പിടിച്ചിരുത്തി പഠിപ്പിക്കുക. അപ്പം ഇന്ന് സൺഡേ വെളിയിൽ പോയിട്ട് വന്നിപ്പം ഞാൻ ഇച്ചിരി വൈകിട്ട് അത്താഴത്തിന് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് മാവൊക്കെ അരച്ചു വെച്ചു. ഇനി ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. പിന്നെന്താ, വാട്സപ്പിൽ ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്കൊരു ഓർഡർ വന്നു, 100 അപ്പത്തിൻ്റെ ഓർഡർ വന്നത്. എന്തുവാടാ, കഴിഞ്ഞോ? പാസ്സായി കഴിഞ്ഞോ? പപ്പ പറഞ്ഞോ മൊത്തം കഴിഞ്ഞെന്ന്? പപ്പ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് മൊത്തം എന്തോ മൊത്തമായി? പഠിച്ചു കഴിഞ്ഞോ നീ? ഇനി എന്തെടുക്കാൻ പറഞ്ഞു പപ്പ? ചെക്ക് ചെയ്യണം. ഇവനുണ്ടല്ലേ, ഫസ്റ്റ് ഡേ ഇംഗ്ലീഷ് ആയിരുന്നപ്പം ഞാൻ ഇവനോട് പറഞ്ഞിടാ ലെറ്റർ പഠിക്കൂ, പാരഗ്രാഫ് ഞാൻ പഠിച്ചു. അപ്പം എനിക്ക് ഉച്ചയ്ക്കാവുമ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലല്ലേ. എന്നാലും ഞാൻ പറയും ഞാൻ വന്നിനി നിൻ്റെ അടുത്ത് ചോദിക്കും. അന്നേരം ഇല്ല മമ്മി ഞാൻ എല്ലാം പഠിച്ചു. എന്നിട്ട് രാത്രി 10 മണിയായി ഞാൻ പിടിച്ച് കിടത്താൻ ഇവിടെ വിളിച്ചേ. അപ്പോൾ പറ, ഞാൻ പാരഗ്രാഫ് പഠിച്ചില്ല, ഞാൻ വെച്ച് കൊടുത്തരണം. ഒത്തിരി നോവിച്ചൊന്നുമല്ല കൊടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇരുന്ന് പഠിക്കും, ഞാൻ കുറച്ച് എന്തും അതിലും എന്നും പരീക്ഷയ്ക്ക് പോകണ്ടേന്ന് പറഞ്ഞ് നേരത്തെ പിടിച്ച് കിടത്താൻ നോക്കിയതാണ്. എന്തോ അതിൽ അരമണിക്കൂർ ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിച്ച്. എന്നിട്ട് രാത്രി കിടന്നുകൊണ്ടേ ഞാനെങ്കിൽ ലൈറ്റ് ഓഫാക്കും. എന്നിട്ട് ഞാൻ ഇവനെ കിടത്തിയിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നത്. അപ്പം ഞാനെങ്കിൽ ലൈറ്റ് ഓഫാക്കി ഇങ്ങനെ ഇരുന്നുണ്ടേ പുറു പറയല്ലേ എന്തോ പറയുന്നു കേട്ടോ. എന്നിട്ടും കരയുന്നത് പോലൊരു സൗണ്ടും കേൾക്കുന്നു. ഞാൻ ചോദിച്ചു എന്തുവാടാ? അപ്പം പറഞ്ഞു ഇനി നീ പൊയ്ക്കോ, പറയല്ലേന്ന്. ഞാൻ ചോദിച്ചു എന്തുവാടാ? അതെ, എനിക്ക് മറാഠിയുടെയും പേടി വരുന്നു. ഞാൻ പറഞ്ഞു എന്തോ പേടി വരുന്നു? ഇതെനിക്ക് മറാഠിയും ടഫാ. പോടാ നീ, മറാഠിയും ടഫാ കേട്ടോ. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ എന്ന് തൊട്ട് പറയാമോ പഠിക്കാൻ ഇപ്പം നീ എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവിടെ ഇരുന്ന് ഇപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നാളെ നല്ലതായിട്ട്. അല്ല, മറാഠിയെ മാത്സ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു പിന്നെ പഠിക്കാതിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ. എന്നിട്ട് വേറൊരു ഡയലോഗ്, ബദാം തിന്നാ ബുദ്ധി വരുമോ? ഞാൻ ചോദിച്ചാ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നേ, എന്നാ എനിക്ക് കുറച്ച് ബദാം വാങ്ങിച്ച. എന്നിട്ട് നീ പോകാ, ഇനി ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ പഠിക്കാതെ ഉള്ള എല്ലാവരും ബദാം വാങ്ങിച്ച് തിന്നാൽ എല്ലാം എഴുതാൻ പറ്റുമല്ലോ, എന്താ കാര്യം എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഓടിച്ചു വിട്ടത്. പിന്നെ ഞാൻ ചിന്തിച്ച് ടെൻഷനൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ സാരമില്ല, ഇന്ന് ഞാൻ എക്സ്ക്യൂസ് തരാം, അടുത്ത പ്രാവശ്യം ഇനി ഇങ്ങനെ ചെയ്യല്, പഠിച്ചോളൂന്ന് പറഞ്ഞു. പേടിക്കണ്ട, സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും ഇവന് പരീക്ഷയുടെ സമയത്താണ് ഇവന് പനി വരുന്നത്, പേടിച്ചുറിക്കും. ഓക്കെ, അങ്ങനെയാണ് പ്രൈസൻ കേട്ടോ. പ്രൈസന് ബദാം പഠിക്കത്തില്ല, ബദാം തിന്നണം. പിന്നെ ഓക്കെ, നിങ്ങളുടെ പിള്ളേരിങ്ങനാണോ? ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നേരം ഇന്നുണ്ടാക്കുന്നത് വൈറ്റ് പാസ്തയാണ്. അന്ന് ഞാൻ വൈറ്റ് പാസ്ത ഉണ്ടാക്കാൻ നേരം ചീസ് എടുത്ത് വെച്ചിട്ട് ഇടാൻ മറന്നല്ലേ. ഇന്ന് ചീസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല റീച്ചാനും പറഞ്ഞു നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരി എരിവുള്ള ആ പാസ്ത ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സവാള ഇടേണ്ടത്. അപ്പം ഞാൻ സവാള ഇട്ട് കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളിയുടെ കാര്യം ഓർത്തത്. എന്നിട്ട് അതൊന്ന് വാട്ടിയെടുത്ത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് വഴറ്റിയത്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ അകത്ത് വഴറ്റണമെങ്കിൽ അങ്ങനെ വഴറ്റാം. അതുപോലെ സവാള മാത്രമല്ല ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല
ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇച്ചിരി ക്യാരറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അത് മാത്രം ഇല്ലായിരുന്നു. ഈ സവാള മാത്രം ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു കുറച്ച് ബട്ടർ ഇട്ടു. അതൊന്ന് ഉരുകി വരുന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും. അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ എന്താണ്ട് ഞാൻ ആ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകി എണ്ണ ഞാൻ നിങ്ങളെ അതൊന്ന് ചരിച്ച് കാണിക്കാം. അത്രയൊക്കെ കാണും. അപ്പം നമ്മൾ എത്രയും ബട്ടർ എടുക്കുന്നോ അത്രയും മൈദയാണ് ചേർക്കുന്നത്. അപ്പം ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൈദ ഞാൻ ചേർത്ത് അതങ്ങ് ഒത്തിരി അങ്ങ് തിക്കാക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് അങ്ങ് തിക്ക് കുറുകിയിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 കിലോയുടെ പാസ്ത എടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ ആകുമ്പോഴെങ്കിൽ 5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിതൊന്ന് നന്നായി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചെറിയ തീയിലിട്ടേക്കുക, ആ മൈദ ഒന്ന് വേവാനായിട്ട്. അപ്പം ഞാൻ മൈദയൊന്ന് വേവിച്ച് ഞാനിപ്പം 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ടേ. 1/2 ലിറ്റർ പാല് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ടയില്ലാതൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പം 1/2 ലിറ്ററിൽ ഒരു ഇച്ചിരി ഒരു 1/4 കപ്പ് എനിക്ക് അധികം വന്നായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഞാൻ അതുകൂടെ അങ്ങ് ഒഴിച്ച് കേട്ടോ. അത്രയും മതി, 1/2 ലിറ്റർ വേണ്ടി വന്നു എനിക്ക് അത്രയും. അപ്പോൾ ഇത് വേണ്ട നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് കലക്കി കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഒരു ക്രീമി പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലെക്സും ഒറിഗാനോയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമായിരുന്നെന്ന് കൊച്ചുങ്ങൾ പറഞ്ഞു. അപ്പം ഇന്ന് ഞാനൊരു ഇച്ചിരി ഇട്ടിട്ടുള്ള ചില്ലി ഫ്ലെക്സ് വേണേൽ ഇച്ചിരി കൂടി ഇടാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ബട്ടറും ഈ പാലൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഒരു നല്ല, പക്ഷേ എനിക്കതങ്ങോട്ട് അത്ര ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പിള്ളേർ രണ്ടിനും എൻ്റെ ദൈവമേ, അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്താലും അവർക്കത് ഇഷ്ടം. അയ്യോ എന്തോ തുള്ളിച്ചാട്ടോ ഞാൻ ഇന്ന് വൈറ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. വെറുതെ പോൾ എന്നോടൊന്ന് പറഞ്ഞ്, മമ്മി നാളെ, അന്ന് അവർക്ക് അവധിയായിരുന്നു, നാളെ പാസ്ത ഉണ്ട്. അപ്പം ഞാൻ അതിന് മുമ്പിട്ടേ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ നാളെ എന്നങ്ങ് ഇവർക്ക് ടിഫിനി കൊടുത്തു വിടാക്കത്തില്ലല്ലോ. ഇത് തണുക്കുന്ന ഉടനെ നമ്മൾ ഈ മൈദ ഇതൊക്കെ ചേർക്കുന്നുണ്ട്, അതങ്ങ് ഇത്തിരി അങ്ങ് തിക്കായി ഇതായിട്ടിരിക്കുമല്ലേ, തണുക്കുന്നുണ്ട്, ചൂടോടല്ലേ കഴിക്കാമെന്നല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇവർക്ക് ഇന്ന് അവധി ആയതുകൊണ്ട് ഞാനും മനസ്സിൽ ചിന്തിച്ച് അതുണ്ടാക്കാമെന്ന്. അപ്പോൾ പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി നാളെ പാസ്ത ഉണ്ടാക്കുമെന്ന്, വൈറ്റ് പാസ്ത. ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കാമെന്ന്. അയ്യോ അവനെന്തോ തുള്ളക്കുമായിരുന്നെന്നറിയാമോ. അപ്പം ഞാൻ ഈ ഇടുന്നത് ചീസാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ചീസാണ് കിട്ടിയത്, ഈ ഡൈസ് ചീസാണ് കിട്ടിയത്. അപ്പം ഞാനതിങ്ങനെ കവറോട് ഇങ്ങനെ ഇട്ടോണ്ടെങ്കിൽ പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവൻ പറ, മമ്മി ഇങ്ങനെ വിരൽ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇടും, അതാ അവർ കാണാനൊരു സ്റ്റൈലെന്ന്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവർ അങ്ങ് ഇട്ട് അതൊക്കെ ഇട്ടപ്പോഴത്തേക്കൊരു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. അവന്മാർക്ക് ഈ ചീസ് ഇങ്ങനെ വല പോലെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതിനോട് തീരും. എനിക്ക് ഇച്ചിരി കപ്പയോ മീനോ അതങ്ങാണെങ്കിൽ എനിക്ക് സംതൃപ്തിച്ച്, പഴങ്കഞ്ഞിയാണെങ്കിൽ എനിക്ക് സുഖം. അപ്പം നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ ഒരു തള്ള ഞങ്ങൾ എങ്ങും കണ്ടിട്ടില്ലേ, ഇങ്ങനെ എന്തുവാ പറയുന്നത് ആന്ന് കൊച്ചുങ്ങളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ പാസ്ത ഇച്ചിരി ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. എന്നിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഇച്ചിരി 1/4 കപ്പ് പാലുണ്ടായിരുന്നെന്ന്, അത് ഞാൻ ഈ സ്റ്റേജിലങ്ങ് ഒഴിച്ച്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ ഒത്തിരി അങ്ങ് മൈദ അങ്ങ് കവർ ചെയ്ത് കോട്ടിംഗ് ആയിട്ട് ഇരിപ്പില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. എനിക്കിതുപോലെ അങ്ങ് എടുത്തതാ, ഇങ്ങനെ ഞാനങ്ങ് എടുത്തതാ. അപ്പം നമ്മുടെ വൈറ്റ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അവന്മാരിന്ന് സന്തോഷമായിരുന്നു. കുടിക്കാൻ വെള്ളം വെച്ച് ഇനിയിപ്പോൾ ചപ്പാത്തിക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇപ്പം പിള്ളേർ വീട്ടിലുണ്ടല്ലേ. അപ്പം ഇവന്മാരിവിടെ ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് ചപ്പാത്തിക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. എന്തു വന്നാലും ചപ്പാത്തി വാങ്ങിക്കുമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും ഉറങ്ങി. അപ്പോൾ ഞാൻ സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇനിയൊന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ സവാള എടുത്തിട്ട് വഴറ്റുന്നുണ്ട്. അതിന്ന് കുറച്ചിങ്ങെടുത്ത് മാറ്റാൻ, കാരണം പിന്നെ എന്തെങ്കിലും നമുക്ക് എമർജൻസിയിൽ എന്തെങ്കിലും കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടേ പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ട് ഇപ്പം ഈ മസാല തന്നെ ആണല്ലോ അതിലും ചേർക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി സവാള കൂടുതൽ ചേർത്തേ. അപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഉപ്പിട്ട് തന്ന് വഴട്ടിയെടുക്കട്ടെ. ചൂടായോടാ, ചൂടായോന്ന് ഞാനെന്തോ അത് ഈ ചൂടായോന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗീസറിൻ്റെ സ്വിച്ച് വെളിയിലാന്ന്.
ഇവരൊക്കെ കുളിക്കാൻ പോയി ഗീസർ ഓണാക്കിയിട്ടിട്ട് പോകും. അവർക്കൊന്നും അത്ര കത്തില്ല, ചിലപ്പോൾ അത് ഓഫാക്കത്തില്ല. കറണ്ട് ബില്ല് എത്ര വരുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാനാ ഇങ്ങനെ നോക്കി ഇരിക്കുന്നത്. ആര് പോയാലും ഞാൻ ചോദിക്കും നിർത്തട്ടോ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കും. അല്ലെങ്കിൽ മറന്നു പോകും, ഞാനും മറന്നു പോകുമല്ലേ. ഞാൻ കുറച്ച് നേരം അടച്ചൊക്കെ ഇട്ട് അതൊന്ന് കുറച്ച് മുക്കാലും വാടി വന്നുകൊണ്ടേ ഞാനൊരു 3 ടൊമാറ്റോ ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് അടച്ചു കൊടുക്കും. അപ്പോൾ ടൊമാറ്റോയിൽ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ മുട്ടക്കറിക്ക് ഇങ്ങനെ വഴറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ വഴറ്റിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട്, ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കടലക്കറിയോ ഒരു മുട്ടക്കറിയോ ഒരു കിഴങ്ങ് കറിയോ എന്തൊക്കെയാണെങ്കിലും ഈ സെയിം മസാലയല്ലേ നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പം ഇങ്ങനെ ചെയ്തിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്, മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കറി വെച്ചാൽ മതി. അപ്പം ചെറിയ തീയിൽ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് ഒതുക്കിയിട്ടാവട്ടെന്ന് ചിന്തിച്ച് അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. ചെറിയ തീയിൽ ഞാനിങ്ങനെ ഇട്ടേക്കുമായിരുന്നു. മസാലയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്നുണ്ടേ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇങ്ങെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ. എന്നിട്ട് ബാക്കിയിൽ മുട്ടക്കറിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നമ്മളുണ്ടാക്കിയുണ്ടെ ഇച്ചിരി ഗ്രേവി ഇത്തിരി ഒന്ന് മുന്നിട്ടാണ് നിന്നത്. പിന്നെ തണുത്ത ഉടനെ കുഴപ്പമില്ലായിരുന്നു, നല്ല തിക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു രസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രസമൊക്കെ ഞാൻ പുളി പിഴിഞ്ഞ് പിന്നെ കുരുമുളക് പൊടി ഇട്ടതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ പോളിനൊക്കെ ഇത്തിരി ചുമയൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവന് കോളേജിൽ ഇവർ ഒന്നീ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ വോളിബോളോ ഫുട്ബോളോ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ അന്ന് വോളിബോൾ കളിച്ചിട്ട് വന്ന് ഭയങ്കര വിയർപ്പല്ലേ ഇവനെ. എനിക്ക് തോന്നുന്നു ഇവൻ തലയിൽ ആ വിയർപ്പ് താണ് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആൾക്ക് പിറ്റേ ദിവസം ആയണേ തൊണ്ടയ്ക്കൊക്കെ ഒരു പ്രയാസമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിന്ന് റേച്ചാനും ഒരു ചെറിയ ചുമയായിട്ടല്ല എന്നാൽ ഒരു ഇച്ചിരി പ്രോബ്ലം പോലുണ്ട്, കോൾഡും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി രസം ഇവിടെ ഇവർക്ക് ഇഷ്ടമാണെന്നല്ലേ, അതുകൊണ്ട് ഞാൻ രസം ഉണ്ടാക്കാമെന്ന് വെച്ച്. രസവും മീൻകറിയൊക്കെ ഒരു കോമ്പിനേഷനല്ലേ. അപ്പം ഞാനിവിടെ മീൻകറി വയ്ക്കാനായിട്ട് ഞാൻ ഇന്ന് ഇഞ്ചി ചതച്ചാണ് ചേർത്തത്. അതെല്ലാം ഒന്ന് ചേർത്ത് വഴറ്റി വന്ന് ഇപ്പം ഞാൻ പൊടികളും ചേർത്ത് പുളിവെള്ളവും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് മീനൂടെ പറക്കിയിട്ട് കൊടുക്കുക. മീനൊക്കെ വെട്ടി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്നങ്ങ് ആവും. ഈ വെട്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ സമയം കുറച്ചാവും. അതുകൊണ്ട് ഇനി അരപ്പൂടെ തിളച്ചിട്ട് നമുക്ക് മീനൂടെ പറക്കിയിട്ട് കൊടുക്കാമേ. ഞാൻ അന്ന് പോയപ്പോഴും ഞാൻ പറയുന്നത് നങ്ക് അറിയാമോ, നങ്കെന്ന് പറയും. പിന്നെ ഇവിടെ ഈ ഇവിടെ മുംബൈയിലൊക്കെ പറയുന്നത് ലേപ്പ അതാ കാരണം ഇല്ല കണ്ണൊക്കെ ഇല്ലാത്തൊരു സൈസ് തൊലി ഉരിക്കുന്നത്. അത് തോരൻ വെക്കാൻ നല്ലതാണ്, തോരൻ വെക്കാനും വറക്കാനും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചെന്നുണ്ടെങ്കിൽ നല്ല വിലയാണ് അതിന്. ഇതുവരെയും ഞാനത് വാങ്ങിച്ചിട്ടില്ല, അതൊന്ന് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ ഇന്നത്തെ രസമായിരുന്നു, ഇച്ചിരി പുളി മുന്നിട്ടായിരുന്നു നിന്നത്. അത് ഭയങ്കര ഇഷ്ടം ഇവിടെ പോളിന്. അപ്പോൾ അതുകൊണ്ട് ഞാനാണേലും രസം ചോറ് ഒഴിക്കുന്നതിനേക്കായി ഗ്ലാസ്സിലെടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഇച്ചിരി കഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിലൊഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുടിക്കുന്നതാണ്. പ്രൈസിന് ഭയങ്കര ഇഷ്ടമാണ് രസം. പിന്നെ മൂത്തവനും ഇപ്രാവശ്യത്തെ രസം ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇച്ചിരി കായപ്പൊടിയൊക്കെ മുന്നിട്ട് നല്ലൊരു മണം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീനൂടെ പറക്കി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഒന്ന് കീറിയിടട്ടെ. അപ്പോൾ രസം തിളച്ചായിരുന്നു, ഞാൻ അതൊന്ന് ഓഫാക്കിയിട്ടായിരുന്നു. ഇനി അതിലോട്ട് കടുക് വറുക്കാൻ നേരം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി നന്നായിട്ട് മൂപ്പിച്ച് സവാളയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇത്തിരി ഉലുവാപ്പൊടി ഞാൻ വെള്ളത്തിൽ ചേർത്തായിരുന്നു, കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് രസത്തിയിട്ടിട്ട്. അപ്പം വറ്റ വെട്ടിയതിൽ ഞാനൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അന്ന് ഞാൻ വെട്ടി വെച്ചതേ ഉള്ളായിരുന്നു, എനിക്ക് മസാല പുരട്ടാൻ സമയം കിട്ടില്ല. അന്ന് അയലയും വറ്റ എല്ലാം കൂടെ വെട്ടി ഇന്നിപ്പം മസാല പുരട്ടിയിട്ട് ഇന്നിപ്പം വറുത്തില്ലെങ്കിൽ നാളെയെങ്കിലും എടുത്ത് വറക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ അകത്തൊന്ന് മസാല പുരട്ടട്ടെ. ഇവിടെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ മസാല പുരട്ടണമെന്ന് ഇവിടെ ഓർഡറുണ്ട്. ഇതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ വലുതാണ് ഇപ്രാവശ്യം പോകേണ്ട. ഇത് 150 എത്ര 17 എണ്ണം 150 രൂപ. ഇപ്രാവശ്യം അതേപോലെ വാട്ട വെച്ചേക്കുന്നത് ഒരു ഇച്ചിരി കൂടെ വലുതാണ്, ഇതിനേക്കായി 600 രൂപ. അപ്പോൾ മസാലയൊക്കെ പുരട്ടി ഞാനതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. മുട്ടക്കറി ഉണ്ടോ, നല്ല തിക്കാണ് ഗ്രേവി.
അപ്പോൾ റേച്ചാൻ ഇന്ന് രാത്രി ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ച് രാത്രി ചപ്പാത്തി വേണോ ചോറ് വേണോ എന്ന്. ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ മീൻകറി പറ്റിയുണ്ടെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.